ഇസ്രായേലിന്റെ പ്രധാന ആഘോഷങ്ങളിലൊന്നായ ഹനൂക്കയോട് അനുബന്ധിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേർന്ന ആശംസയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നന്ദി പറഞ്ഞു. ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന പല രാജ്യങ്ങളും നിലപാട് മാറ്റിയപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർത്തുന്ന സൗഹൃദത്തിനും ഇസ്രായേലിന് അനുകൂലമായ നിലപാടിനും നെതന്യാഹു നന്ദി പറഞ്ഞു. BC 160 മുതൽ 134 വരെ നീണ്ടുനിന്ന മക്കാബിയൻ വിപ്ലവത്തിന്റെ ആരംഭത്തിൽ ജെറുസലേം യഹൂദർ വീണ്ടെടുത്തതിനെ ഓർക്കുന്ന ആഘോഷമാണ് ഹനൂക്ക. ജൂത വിമത പോരാളികളായ മക്കാബീസ് സെലൂക്യ ഭരണാധികാരിയായ അന്ത്യോക്യോസ് എപ്പിഫാനസിനെതിരെ പൊരുതി യഹൂദ പിടിച്ചെടുത്തു. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമായ തൽമൂദ് പ്രകാരം ഒരു ദിവസത്തേക്ക് വിളക്ക് കത്തിക്കുവാനുള്ള ഒരു പാത്രം എണ്ണ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. ഈ എണ്ണ കൊണ്ട് 8 ദിവസം വിളക്ക് അണയാതെ കത്തി. അതിന്റെ ഓർമ്മയ്ക്കായാണ് ഹനൂക്ക ആഘോഷിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി മെഴുകുതിരികൾ രാത്രികാലങ്ങളിൽ തെളിയിക്കും. എണ്ണയിൽ വറുത്ത ഭക്ഷണവും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കും. 8 ദിവസമാണ് ഹനൂക്ക ആചരിക്കുന്നത്. നവംബർ 28 മുതൽ ഡിസംബർ 27 വരെ 9 ശാഖകളുള്ള വിളക്കിലെ മെഴുകുതിരികളാണ് തെളിയിക്കുന്നത്. ഇരുട്ടിനെ മറികടക്കുന്ന വെളിച്ചമെന്നാണ് ആഘോഷത്തിന്റെ സന്ദേശം. നെതന്യാഹു ആഘോഷത്തിന്റെ ഭാഗമായി നൽകിയ സന്ദേശത്തിൽ പറഞ്ഞ ഈ സന്ദേശം തന്നെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെക്കുറിച്ച് ജൂലൈയിൽ US കോൺഗ്രസിൽ നടത്തിയ പ്രസംഗത്തിൽ തുടരെ പരാമർശിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹീബ്രു ഭാഷയിലാണ് ഹനൂക്ക ഫെസ്റ്റിവലിന് ആശംസ നേർന്നത്. ഹനൂക്കയുടെ വെളിച്ചം എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതീക്ഷയും സമാധാനവും ശക്തിയും പകർന്ന് പ്രകാശിക്കട്ടെ എന്നാണ് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചത്. ഇന്ത്യയിലെ ദീപാവലിക്ക് സമാനമായി തിരികൾ തെളിയിച്ചുള്ള ആഘോഷമാണ് ഹനൂക്ക. വിദേശകാര്യമന്ത്രി S ജയശങ്കരും യഹൂദ വിഭാഗമായ ഗിദയോൻ സാറിന് ഹനൂക്ക ആശംസകൾ നേർന്നിരുന്നു. പ്രധാനമന്ത്രിയുടെ ആശംസകൾക്ക് മുംബൈയിലെ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ നന്ദി പ്രകാശിപ്പിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇസ്രായേൽ പ്രധാനമന്ത്രിയും തമ്മിലുള്ള സൗഹൃദം ചുളിവുകൾ വീഴാതെ നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ആശംസാ കൈമാറ്റവും നന്ദി പ്രകാശനവും.